നന്മയിലുന്നത പുലരി മികവേറിടുന്ന മൊഴിയക്ഷരങ്ങൾ വഴി ചിന്തയുണർന്നിടലാ പുതുചിന്തയുണർന്നിടലാ. മുണ്ടക്കുളം യൂണിറ്റ് സാഹിത്യോത്സവിന്റെ സമാപന സംഘം പ്രാർത്ഥന നിർവഹിക്കുന്നു. ഹാഫിദ് റാഫി മുഈൻ. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيده. اللهم صل على رسولك سيدنا محمد وعلى آل رسولك سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا رب العالمين. أوصل اللهم ثواب قراءتنا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات أهل الخير كلهم أجمعين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة تليق بعلى شؤونهم. اللهم احفظ علينا وعلى والدينا وعلى مشايخنا وعلى أساتذتنا وعلى من تعلقوا بنا وعلى من أوصانا بالدعاء من فيوضاتهم وأسرارهم وأنوارهم يا رب العالمين. اللهم إنا نسألك بحقهم وبجاههم يسر عسيرنا وسهل أمورنا واقض هوائجنا واقض ديوننا. اللهم اشف أمراضنا وأمراض والدينا وأمراض أساتذتنا وأمراض من تعلقوا بنا وأمراض من أوصانا بالدعاء يا شافي الأمراض شفاء تاما لا يغادر سقما ولا علما. اللهم بارك لنا في جميع كل أمورنا خاصة في أمرنا هذا بركة تامة كما باركت به على عبادك الصالحين. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام يا رب العالمين. اللهم ادفع عنا الغلاء والبلاء والأوبية والكورونا وسائر الأمراض المعدية يا رب العالمين. اللهم احفظنا من جميع الآفات والآهات والمصيبات والفتنات والصدمات يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. സ്വാഗത ഭാഷണം സാഹിത്യോത്സവം കൺവീനർ മസ്ഊദ് എ.കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസിന ബിരിദല്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ SSFന്റെ നേതൃത്വങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മറ്റെല്ലാ സുഹൃത്തുക്കൾ, 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന നമ്മുടെ സാഹിത്യോത്സവിൻ്റെ സമാപന വേദിയിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടൽ
സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലും നാം സാഹിത്യോത്സവം കൊണ്ടുവന്നത്. ഒരുപക്ഷെ സാഹചര്യം വളരെ രൂക്ഷമായതുകൊണ്ട് നമുക്ക് ഈ ഘട്ടത്തിൽ സാഹിത്യോത്സവിനെ മാറ്റിവെക്കാമായിരുന്നല്ലോ. ഇതിന്റെ കീഴിലുള്ള മെയിൻ ഉപയോഗം എന്തെന്ന് വെച്ചാൽ പുതിയ പുതിയ സുഹൃത്തുക്കളെ നമ്മുടെ സംഘടനയുമായി പരിചയപ്പെടുത്തുവാനും അതുപോലെ തന്നെ അവരിൽ ഒളിഞ്ഞു കിടക്കുന്ന ധാരാളം സർഗാത്മകതകൾ അവരിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്നതും കൂടിയാണ് ഈ SSFന്റെ 3ാം പെരുന്നാളായ സാഹിത്യോത്സവിൽ നാം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ നാം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലും അല്ലാഹു തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് നാം സാഹിത്യോത്സവം നടത്തുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്തു തരുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ബിച്ചു ഉസ്താദ് അവറുകളെയും ആമുഖ പ്രഭാഷണം നടത്തിത്തരുന്ന SYS യൂണിറ്റ് ഉപാധ്യക്ഷൻ മുഹമ്മദ് കുട്ടി സഖാഫി ഉസ്താദ് അവറുകളെയും അതുപോലെ തന്നെ നമുക്ക് സന്യാസി പ്രഭാഷണം നടത്തിത്തരുന്ന ജൗഹർ മാസ്റ്റർ ചെറുവട്ടൂരിനെയും അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യോത്സവിൽ വളരെ നല്ല രൂപത്തിൽ തന്നെ മത്സരങ്ങൾ കാഴ്ചവെച്ച മുഴുവൻ മത്സരാർത്ഥികൾ അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യോത്സവിൽ പങ്കെടുത്തുകൊണ്ട് അവരുടേതായ ശൈലിയിൽ അവരുടെ മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള റാങ്കുകൾ നേടിയവരായ വിജയികളെ പ്രഖ്യാപിക്കുന്നത് SSF മുൻ സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാമായ ഷറഫലി അവറുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യോത്സവിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ശ്രോതാക്കൾക്ക് നന്ദി, വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അധ്യക്ഷ പ്രസംഗം സാഹിത്യോത്സവ ചെയർമാൻ ഫദ്ലുർ റഹ്മാൻ TT. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുണ്ടക്കുളം യൂണിറ്റ് സാഹിത്യോത്സവിന്റെ സമാപന വേദിയിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. 3 ദിവസങ്ങളിലായി 30ഓളം മത്സരങ്ങളിൽ 60ലേറെ വിദ്യാർത്ഥികൾ മാറ്റുരച്ച മുണ്ടക്കുളം യൂണിറ്റ് സാഹിത്യോത്സവിന് ഇന്ന് സമാപ്തി കുറിക്കുകയാണ്. നമ്മുടെ ഈ സമാപന വേളയിൽ നമ്മോട് ഒരുപാട് പ്രാസ്ഥാനിക നേതാക്കളും മറ്റു നേതാക്കളും നമ്മോട് സംവദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യമായി നമ്മുടെ ഈ സമാപന സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ നാടിൻ്റെ പ്രാസ്ഥാനിക നേതൃത്വം ബിച്ചു മുസ്ലിയാരെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും. സമാപന സംഗമം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് അധ്യക്ഷൻ ബിച്ചു സഖാഫി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. മുണ്ടക്കുളം യൂണിറ്റ് SSF നടത്തപ്പെടുന്ന സാഹിത്യോത്സവത്തിൻ്റെ സമാപന വേദിയായ ഈ വേദിയിൽ ഉദ്ഘാടന കർത്തവ്യം നിർവഹിക്കുക എന്ന ചടങ്ങാണ് എനിക്കുള്ളത്. SSFന്റെ 27ാം സാഹിത്യോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന വിദ്യാർത്ഥി സംഘടന രൂപീകൃതമായത് മുതൽ കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക മതരംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കാൻ സംഘടനക്ക് സാധിച്ചിട്ടുണ്ട് എന്ന വസ്തുത കേരളത്തിലെ അനുഭവം വെച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. രാജ്യത്ത് വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തെ
സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ധാർമ്മികമായും ഉന്നതിയിലെത്തിക്കുവാൻ വേണ്ടി സച്ചരിതരായ പൂർവികരായ നമ്മുടെ നേതാക്കൾ പണ്ഡിതർ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി സംഘടിപ്പിച്ച സംഘടനയാണ് SSF. അതിൻ്റെ മഹത്തായ ലക്ഷ്യത്തിൽ തന്നെ ഇന്നും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സംഘടനയിലുണ്ടായിരുന്ന ചെറിയൊരു ഭിന്നിപ്പ്, ആ ഭിന്നിപ്പിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ അടിയുറച്ച് അതിൻ്റെ നമ്മുടെ നേതാക്കളുടെ പിന്നിൽ, പണ്ഡിതന്മാരുടെ പിന്നിൽ അടിയുറച്ച് നിന്നവരാണ്. അങ്ങനെ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിയ സമയത്ത് ധാരാളം പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതിജീവിച്ചു കൊണ്ടാണ് ഈ മഹത്തായ പ്രസ്ഥാനം ഇന്ന് സമൂഹത്തിൽ വേരുറപ്പിച്ച് സമൂഹത്തിൻ്റെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചത്. പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കുക എന്നതാണ് ഒരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയത്. അത് വളരെ ബുദ്ധിപരമായും ശാസ്ത്രീയമായും അവസരോചിതമായും അതിനെ ആ സാഹചര്യത്തെ അനുകൂലമാക്കി എടുത്തത് കൊണ്ട് തന്നെ SSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും സജീവമായി ഈ സമൂഹത്തിന്, ഈ ഉമ്മത്തിന്, മുസ്ലിം ഉമ്മത്തിന് വളരെയധികം സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നതൊരു വസ്തുതയാണ്. ഇന്ന് ലോകത്ത് മുസ്ലിം ഉമ്മത്ത് വിവിധ രൂപത്തിലുള്ള പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. മാരകമായ രോഗമാവുന്ന കൊറോണ ലോക അടിസ്ഥാനത്തിൽ ഭൂമിയിൽ മനുഷ്യ സമൂഹത്തെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യം ഇന്ന് വർഗീയവും അതേപ്രകാരം വെറുപ്പിൻ്റെയും സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യരെ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യം, രാജ്യം ഭരിക്കുന്നവർ തന്നെ മതത്തിൻ്റെ പേരിൽ ഫാസിസവും ഭീകരതയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം, വളരെ ബുദ്ധിപരമായി തന്നെ ഇസ്ലാമിക പ്രബോധകർ മുന്നോട്ട് ഗമിക്കേണ്ട പ്രത്യേക സാഹചര്യമാണിത്. കാരണം ഇന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾ അങ്ങേയറ്റത്തിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മതത്തിൻ്റെ പേരിൽ, മുസ്ലിമായതിൻ്റെ പേരിൽ ധാരാളം പീഡനങ്ങളും യാതനകളും വേദനകളുമാണ് മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 450 വർഷം മുസ്ലിം സമൂഹം ആരാധിച്ച പള്ളി പൊളിക്കപ്പെടുകയും ആ പൊളിക്കപ്പെട്ട സ്ഥലത്ത് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾ തന്നെ ഫലമായി മതത്തിൻ്റെ പേര് പറഞ്ഞ്, രാമൻ്റെ പേര് പറഞ്ഞ്, സമാധാനത്തിൻ്റെ പ്രതീകമായിരുന്ന രാമൻ്റെ പേര് പറഞ്ഞ് ആ പള്ളി പൊളിച്ചെടുത്ത് ഫാസിസം ഭീകരതയും നടപ്പാക്കിക്കൊണ്ട് ബലത്തിലും കയ്യൂക്കിലും അധികാരത്തിൻ്റെയും പേരിൽ അവിടെ രാമൻ്റെ പേരിൽ ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് ഒരു ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനമാണ് രാജ്യം ഭരിക്കുന്നവർ നടത്തിയത്. ഇങ്ങനെയുള്ള വളരെയധികം പ്രതികൂലമായ സാഹചര്യമാണ് ഇസ്ലാമിക പ്രബോധകർക്ക് രാജ്യത്ത് സംജാതമായത്. ഇതുകൊണ്ട് തന്നെ ഇതിനെ അതിജീവിക്കൽ വളരെ ബുദ്ധിപരമായും വളരെ ശാസ്ത്രീയപരമായും പരിശുദ്ധ ഇസ്ലാമിൻ്റെ സാഹോദര്യവും സ്നേഹവും കാരുണ്യവും സമൂഹത്തിലേക്ക് എത്തിക്കാൻ SSFന്റെ പ്രവർത്തകർ വളരെ ശാസ്ത്രീയമായി ബുദ്ധിപരമായി നീങ്ങേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം എല്ലാവരും ഈ പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കാനാണ് ഇനി മുന്നേറേണ്ടത്. ഇതുവരെ നാം അതിജീവിച്ച ആ സാഹചര്യമല്ല ഇന്നുള്ളത്. ഇന്ന് വളരെയധികം അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ കാരുണ്യത്തിൻ്റെ പ്രതീകമായ റസൂലുള്ളാഹിൻ്റെ മഹത്തായ കാരുണ്യത്തിൻ്റെ പരിപൂർണ ആ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ജീവിച്ച് മാതൃക കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അപ്പോഴേ നമ്മുടെ പ്രബോധനത്തിന് പരിപൂർണത ഇനി ലഭിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇന്ന് സംജാതമായത്. ഇന്ത്യയിലെ 70% ജനങ്ങളും ഈ ഭീകര ഭരണകൂടത്തിനും ഇതിനും എതിരാണെങ്കിലും
പരിശുദ്ധ ഇസ്ലാമിനെ ചില വിഭാഗം തെറ്റിദ്ധരിക്കപ്പെടുന്നു ഭീകരതയുടെയും വർഗീയതയുടെയും പേരിൽ. ആ ഭീകരത ഇസ്ലാമിലില്ല. ഇസ്ലാം സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മതമാണെന്ന് ലോകത്ത് പ്രഖ്യാപിച്ച് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താവുന്ന സത്യപ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ആ ബാധ്യത നിർവഹിക്കാൻ വളരെയധികം പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. ബാംഗ്ലൂരെ സംഭവം നമുക്കറിയാം. SDPIൻ്റെ പേരിൽ അവിടെ ഭീകരത സൃഷ്ടിച്ച് ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കി. റസൂലുള്ളാഹിനെ അപകീർത്തിച്ചുകൊണ്ട് ഒരാൾ അങ്ങനെ ചെയ്തെങ്കിൽ അതിന് നാം പ്രതികരിക്കേണ്ടത്, ഒരു മുസ്ലിം പ്രതികരിക്കേണ്ടത് ആ രൂപത്തിലല്ല. ആ നിരപരാധികളായ ആളുകളുടെ ബിൽഡിങ്ങും അതുപോലെയുള്ള അവരുടെ വസ്തുക്കളും അവരുടെ സമ്പത്തും നശിപ്പിച്ചുകൊണ്ട് പ്രതികരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഇസ്ലാമിൻ്റെ മഹത്തായ ആ ദർശനം ലോകത്ത് ഇന്ന് മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ കൈവിട്ടുപോയി. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ മഹത്തായ ദർശനം ലോകത്ത് നമ്മൾ കാണിച്ചു കൊടുക്കാൻ ഏറ്റവും ബാധ്യതപ്പെട്ടവരും അതിന് അർഹതപ്പെട്ടവരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സംഘടനയായ SSF ആണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രതികൂല സാഹചര്യത്തിൽ നീങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബുദ്ധിപരമായി ഇസ്ലാമിൻ്റെ കാരുണ്യവും സ്നേഹവും ആവുന്ന ദർശനം ലോകത്ത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന മഹത്തായ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് എല്ലാ ആശംസകളും അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആമുഖ ഭാഷണം CKA സഖാഫി SYS യൂണിറ്റ് അധ്യക്ഷൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുന്നത്തി ജമാഅത്തിൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, പ്രത്യേകിച്ച് SBS മഴവിൽ സംഘം കുഞ്ഞനുജന്മാരെ, മറ്റു ഇതര ആശയ ആദർശ പ്രസ്ഥാനങ്ങളിലെല്ലാം സംഘടനകളിലുമെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹജനങ്ങളെ, കേരളത്തിലെന്നല്ല കേരളത്തിൻ്റെ പുറത്തേക്കും ലോകത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ധാർമ്മികമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF. ഈ SSF എന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ വർഷങ്ങളായി കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ല കേരളത്തിൻ്റെ പുറത്ത് നീലഗിരി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പുറത്ത് വിവിധ രാഷ്ട്രങ്ങളിൽ SSFിൻ്റെ കീഴിലുള്ള RSCക്ക് കീഴിലും സാഹിത്യോത്സവം എന്ന് പറയുന്ന വളരെയധികം അഭിനന്ദനാർഹമായ, തുല്യതയില്ലാത്ത, നമ്മുടെ ചെറിയ മക്കൾ ചെറിയ താഴേക്കിടയിൽ നിന്ന് തുടങ്ങി യൂണിറ്റും സെക്ടറും ഡിവിഷനും ജില്ലാതലത്തിലും സ്റ്റേറ്റ് തലത്തിലുമടക്കം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ മാറ്റുരക്കുന്ന ആ വിദ്യാർത്ഥികളുടെ അഭിരുചികൾക്കനുസരിച്ച് നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ ചെറിയ മക്കൾക്ക് വേണ്ട രൂപത്തിൽ അവരുടെ കലാവാസനകളെ ഉയർത്തിക്കൊണ്ടുവരുന്ന വളരെയധികം സ്തുത്യർഹമായൊരു പ്രവർത്തനമാണ് സാഹിത്യോത്സവം എന്നുള്ളത്. മറ്റുള്ള വിവിധ കലോത്സവങ്ങളെയും മറ്റുള്ള പുറമെ നടക്കുന്ന മറ്റുള്ള ഏതെല്ലാം മത്സരങ്ങൾ, മറ്റുള്ള ഏതെല്ലാം ആഘോഷങ്ങൾ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിന്നുകൊണ്ട് SSF എന്ന് പറയുന്ന പ്രസ്ഥാനം നടത്തുന്ന ഈ സാഹിത്യോത്സവം കേരളക്കരയിലെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ മാത്രമല്ല, പ്രസ്ഥാനത്തിൻ്റെ പുറത്തുള്ളതും അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ഇതിൻ്റെ എതിരായി നിൽക്കുകയും ചെയ്യുന്നവർ വരെ വളരെയധികം സ്തുതിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന, വളരെയധികം ആകാംക്ഷയോടുകൂടെ ആശ്ചര്യത്തോടുകൂടെ നോക്കിക്കാണുന്ന ഒരു പ്രവർത്തനമാണ് സാഹിത്യോത്സവം എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ. രണ്ട് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും കഴിഞ്ഞാൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പെരുന്നാളായ സാഹിത്യോത്സവം. നമ്മുടെ ചെറിയ മക്കൾക്ക് ആ ചെറുപ്പത്തിൽ അവരുടെ വിവിധ കഴിവുകൾ, അഭിരുചികൾ നമ്മുടെ മക്കൾക്കുണ്ടാവും.
ചില ആളുകൾക്ക് പാട്ടുപാടാനായിരിക്കും താല്പര്യം, ചില ആളുകൾക്ക് പ്രസംഗിക്കാനായിരിക്കും, ചില ആളുകൾക്ക് നല്ല ഉഷാറായി ബുർദയും മറ്റുള്ള മാല മൗലിദുകളും ചെല്ലാനായിരിക്കും, മറ്റുള്ളവർക്കാണെങ്കിലോ നല്ല രൂപത്തിൽ കഥകൾ എഴുതാനായിരിക്കും, അതിൽ നമ്മൾ ചിത്രം വരക്കാനായിരിക്കും. ഇങ്ങനെ തുടങ്ങി മറ്റുള്ള ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ദഫുകളടക്കമുള്ള കലകളെയും അതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് താഴെക്കിടയിൽ നിന്ന് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ലക്ഷക്കണക്കായ ചെറിയ മക്കളെ ഈ രൂപത്തിൽ വളർത്തിയെടുത്ത് കേരളക്കരയിൽ ഒരുപാട് കലാപ്രതിഭകളെ സമ്മാനിച്ച പ്രസ്ഥാനമാണ് SSF എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ മക്കൾ, ആ ചെറിയ മക്കളെ ഇസ്ലാമിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും സമൂഹത്തിനും രാജ്യത്തിനും ഏതെല്ലാം രൂപത്തിൽ ധാർമ്മികമായ അന്തരീക്ഷത്തിൽ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാമെന്ന് ഇതിലൂടെ അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയും SSF കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അതുപോലെ ഉപ്പമാരെ, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായി വേണ്ടത് നമ്മുടെ മക്കളുടെ ദുആയാണ്. നമ്മളൊക്കെ മരിച്ച് ഖബറിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ നമ്മുടെ ഖബറിൻ്റെ അടുക്കൽ വന്നു നിന്നുകൊണ്ട് അസ്സലാമു അലൈക യാ ഉമ്മി, അസ്സലാമു അലൈക യാ അബി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി നമ്മൾ ചെറുപ്പത്തിൽ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കൾ നമുക്ക് ഫാത്തിഹ ഓതി ഒന്ന് ദുആ ചെയ്ത് എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പയുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ, എൻ്റെ ഉപ്പയെയും എന്നെയും ഞങ്ങളെല്ലാവരെയും എൻ്റെ ഉമ്മയെയും എല്ലാവരെയും സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു പ്രാർത്ഥന, ആ ഒരു ദുആ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ മക്കൾ ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ അന്തസ്സത്തയിൽ നിന്നുകൊണ്ടുള്ള ആ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ പ്രവർത്തനം ആ ആഖിറത്തിൽ നമ്മൾ കാണാനും ഖബറിൽ നിന്നുകൊണ്ടെല്ലാം കാണാനും ഒക്കെ കഴിയുമ്പോൾ അത് കഴിയാനാണ് നമ്മളൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ ഇന്നത്തെ സാഹചര്യം പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ വഴി വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മക്കളുടെ വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് ചെറിയ പിഞ്ചു മക്കൾ വരെ മയക്കുമരുന്നിനും അനാശ്വാസ പ്രവർത്തനങ്ങൾക്കും അടിമകളാണ് എന്നറിയുമ്പോൾ അവിടെയാണ് SSF എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ മക്കളെ SBS-ലൂടെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇസ്ലാമികമായ ധാർമ്മികമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് മാത്രം. ഈ പ്രസ്ഥാനത്തിൻ്റെ എതിരാളികൾ പോലും, ഈ പ്രസ്ഥാനത്തിനെ വിമർശിക്കുന്നവർ പോലും എല്ലാവരും ഒറ്റക്കെട്ടായി സമ്മതിക്കുന്നൊരു കാര്യമാണ്, ഇന്ന് കേരളത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ യഥാർത്ഥ പാന്താവിലൂടെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് അത് SSF ആണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ SBS-ന്റെ കുഞ്ഞനുജന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ SBS-ന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ, ഒരു SSF-ന്റെ പ്രവർത്തകൻ റോട്ടിലൂടെ ഒന്ന് തുണി മടക്കി കുത്തി പോവുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതൊക്കെ എത്ര മക്കളുണ്ട്, എത്രയോ മക്കള് റോട്ടിലൂടെ പല രൂപത്തിൽ നടക്കുന്നുണ്ട്, പലരും പല കോലത്തിൽ നടക്കുന്നുണ്ട്, ആരും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. പക്ഷെ നമ്മളൊരു SSF-കാരൻ, ഒരു SBS-കാരൻ നമ്മളെ മക്കൾ എന്ത് ചെയ്യണമെന്ന് മടക്കി കുത്തി നടന്നാൽ അപ്പോൾ ആൾക്കാർ പറയും, ഓഹ് ഓനൊരു AP-കാരനാ, ഓനൊരു SSF-കാരനാ, ഓനപ്പം മടക്കി കുത്തി നടക്കണത്. അല്ലെങ്കിൽ നമ്മളൊരാൾ ഒരു ബീഡി വലിച്ച് ഇങ്ങനെ പോകുമ്പോൾ അപ്പോത്തിന് പറയും അങ്ങേ പുറത്തുനിന്ന്, ഓ ഓനൊരു AP-കാരനാ, ഓനൊരു SSF-കാരനാ, എന്നിട്ടാ പോനിങ്ങനെ നടക്കണേ. അതായത് ശത്രുക്കൾ പോലും അംഗീകരിക്കുന്നൊരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അധാർമികമായ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മക്കളെ ഏതെല്ലാം നല്ല രൂപത്തിലൂടെ നല്ല റൂട്ടിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് നമ്മുടെ പ്രസ്ഥാനം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ്, നമ്മുടെ പ്രസ്ഥാനമാണ് യഥാർത്ഥമായ പാന്താവിലൂടെ ചലിക്കുന്നത് എന്നുള്ളത്. ആ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാനാണ് നമ്മുടെ പ്രസ്ഥാനം ഇത്തരം നമ്മുടെ മക്കളെ അഭിരുചികൾ മനസ്സിലാക്കി അവർക്കും ഒരു ആവേശം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ, വെറും ഒരു ആഘോഷം മാത്രമല്ല, അതല്ലെങ്കിൽ വെറും ഒരു ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കലല്ല, നമ്മുടെ മക്കളെ
യഥാർത്ഥമായ പാന്താവിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിതങ്ങൾ പറഞ്ഞു, കുൻ മുഹ്സിനൻ, നീ എന്ത് ചെയ്യണം? ഒരു നന്മ ചെയ്യുന്നവനാവണം. അപ്പോൾ ചോദിച്ചു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അവിടുത്തെ അനുചരന്മാരാകുന്ന സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയെ, എങ്ങനെയാണ് മുഹ്സിനാവേണ്ടത്? അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പറഞ്ഞു, നീ നിന്റെ അയൽവാസിയോട് ചോദിക്കണം. നിന്നെക്കുറിച്ച് നിന്റെ അയൽവാസികൾ നീ നല്ലവനാണെന്ന് പറയുന്നുണ്ടോ? എങ്കിൽ നീ നല്ലവനാണ്. നിന്റെ അയൽവാസികൾ നിന്നെക്കുറിച്ച് മോശപ്പെട്ടവനാണ് എന്നാണോ പറയുന്നത്? എങ്കിൽ നീ മോശപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നല്ലവരാവണം. ഹബീബ് പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ, ഇത് ചെറിയൊരു ഹദീസാണെങ്കിലും ഇതിൽ വലിയ അർത്ഥവത്തായ വാക്കുകളാണ്. അതായത് നമ്മുടെ അയൽവാസികൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ നാട്ടുകാർ നമ്മളെക്കുറിച്ച് നല്ലവരാണ് എന്നാണോ പറയുന്നത്? എന്നെക്കുറിച്ച് നല്ലവനാണെന്നാണോ പറയുന്നത്? അതുപോലെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെക്കുറിച്ച് നല്ലവരാണെന്നാണോ പറയുന്നത്? എങ്കിൽ ആ നന്മ വിളയിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് ചെയ്യുന്നത് നമ്മുടെ പ്രസ്ഥാനമാണ്. നമ്മുടെ പ്രസ്ഥാനത്തെ അതിനു വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര മക്കളെക്കുറിച്ച് അയൽവാസികളൊന്നും നാട്ടുകാരൊക്കെ പറയുന്നത്, ഓന് വളരെ മോശക്കാരനാണ്, ഓനാള് ശരിയല്ല, ഓനൊന്നും ഒരു വസ്തുവിന് പറ്റൂല. എന്നാൽ നമ്മൾ പ്രവർത്തകരെ കുറിച്ച് ആരും എന്ത് ചെയ്യൂല? ഒരു യഥാർത്ഥ SBS-കാരനെ കുറിച്ച്, ഒരു യഥാർത്ഥ SSF-കാരനെ കുറിച്ച് ഒരാളും എന്തു പറയൂല? ഓൻ മോശക്കാരനാ, ഓനാള് ശരിയല്ല, ഓന് പറ്റ പിടുത്തം വിട്ടോനാ, അങ്ങനൊന്നും ആരും പറയൂല. അത് പറയാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ നല്ല റൂട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത് അക്ബറുൽ ജിഹാദ് ഏതാണ്? അൽ ജിഹാദു ലിനഫ്സിക, നിന്റെ സ്വന്തം നഫ്സിനോട് യുദ്ധം ചെയ്യലാണ്. അതല്ലാതെ റോട്ടിലിറങ്ങി സമരം ചെയ്യലും ബസ് തകർക്കലും വാഹനം തകർക്കലും കത്തിക്കലും അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളൊന്നും ചെയ്യലല്ല ഏറ്റവും വലിയ ജിഹാദ്. ഏറ്റവും വലിയ ജിഹാദ് ഏതാണ്? നമ്മുടെ സ്വന്തം നഫ്സിനോടാണ്. നമ്മുടെ ശരീരം അനാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിനെ പിടിച്ചു നിർത്താൻ കഴിയണം. നമ്മുടെ ശരീരം നമ്മോട് പറയുന്നു നീ മയക്കുമരുന്നിന് അടിമപ്പെടണമെന്ന് പറയുമ്പോൾ ആ മയക്കുമരുന്നിന് അടിമപ്പെടാൻ വേണ്ടി നമ്മുടെ ശരീരം നമ്മോട് കൽപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനോട് യുദ്ധം ചെയ്യലാണ്, എല്ലാം ചെയ്യരുത് എന്ന് പറയലാണ് ഏറ്റവും വലിയ ജിഹാദ്. നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നിസ്കാരത്തിന് നമ്മുടെ ശരീരം മടി കാണിക്കുന്നുണ്ട് എങ്കിൽ ആ ശരീരത്തിനോട് യുദ്ധം ചെയ്യലാണ് ഏറ്റവും വലിയ ജിഹാദ്. അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങൾ ഏതെല്ലാം രൂപത്തിൽ വേണ്ടാത്ത പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളോടെല്ലാം നമ്മുടെ ശരീരം അനുകൂലമായി നിൽക്കുമ്പോൾ ആ ശരീരത്തിനോട് യുദ്ധം ചെയ്യാനാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സമരം എന്ന് പറയുന്നത്. ആ സമരത്തെയാണ് SSF ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. SSFിൻ്റെ മുദ്രാവാക്യം തന്നെ അതാണ്, ധാർമ്മിക വിപ്ലവം. ധാർമ്മിക വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? ധാർമ്മിക വിപ്ലവം എന്ന് പറയുന്നത് നന്മ അത് കൽപ്പിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുക, തിന്മ അത് വിരോധിക്കുകയും അത് വെടിയുകയും ചെയ്യുക. ഇതാണ് SSF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ മക്കളെ ചെറുപ്പം മുതലേ SBS-ലൂടെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ SSFിൻ്റെ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മുടെ മക്കളെ ധാർമ്മികമായ അന്തരീക്ഷത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയണോ? SSFിലൂടെ നമ്മുടെ മക്കളെ വളർത്തുക. SSFിൻ്റെ ആ പ്രസ്ഥാനം ഏതെല്ലാം രൂപത്തിൽ സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്യുന്നുണ്ടോ ആ സേവനങ്ങൾക്ക് വേണ്ടിയെല്ലാം നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കുക. ആ മേഖലയിലെല്ലാം കഴിവിൻ്റെ പരമാവധി സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുക. ഇതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ നൽകുക, നമ്മുടെ മക്കൾക്ക് വേണ്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ നമ്മുടെ മക്കളെ ധാർമ്മികമായ അന്തരീക്ഷത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മുണ്ടക്കുളം യൂണിറ്റ് SSFിൻ്റെ സാഹിത്യോത്സവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇതിനു വേണ്ടി മത്സരിച്ച എൻ്റെ SBS-ൻ്റെ മഴവിൽ സംഘത്തിൻ്റെ കുഞ്ഞനുജന്മാർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് മക്കളെ, ഒരു നിലക്കും നിങ്ങൾ ആരും പരാജയപ്പെട്ടിട്ടില്ല. ഫസ്റ്റ് കിട്ടിയവനും സെക്കൻഡ് കിട്ടിയവനും തേർഡ് കിട്ടിയവനും അതല്ല ഇനി 4ാം സ്ഥാനവും 5ാം സ്ഥാനവും 6ാം സ്ഥാനം കിട്ടിയവരും എല്ലാവരും വിജയിച്ചവരാണ്. ആരും തോറ്റവരില്ല. പക്ഷേ
നമ്മൾ മേൽഘടകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നു, തെരഞ്ഞെടുക്കുന്നു എന്ന് മാത്രം. അതല്ലാതെ നിങ്ങൾ മത്സരിച്ചവരെല്ലാവരും വിജയിച്ചവരാണ്, മത്സരിച്ച ആരും തോറ്റിട്ടില്ല. ഇൻഷാ അള്ളാ ഇനിയും അടുത്ത വർഷം നല്ല ഉഷാറായി മത്സരിച്ച് ഇനിയും നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടി മറ്റ് മേൽഘടകത്തിലേക്ക് പോകാനും, ഇനി പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്രാവശ്യം മത്സരിച്ച് 4 മത്സരത്തിലാണെങ്കിൽ അടുത്ത പ്രാവശ്യം 5 മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയണം. അതല്ലെങ്കിൽ ഇപ്രാവശ്യം 2 മത്സരത്തിലാണ് പങ്കെടുത്തത് എങ്കിൽ അടുത്ത പ്രാവശ്യം 3 മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയണം. ആ ഒരു ആവേശത്തോടുകൂടെ ഇതിൽ മേൽഘടകത്തിലേക്ക് പോകുന്നവർക്ക് പ്രിയപ്പെട്ട മക്കൾ എല്ലാ നിലക്കും പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഇൻഷാ അള്ളാഹ് അടുത്ത വർഷവും നമുക്ക് ഉഷാറായി പ്രവർത്തിക്കാൻ കഴിയണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച SF-ന്റെ എല്ലാ പ്രവർത്തകർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാമാരിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷമെങ്കിലും മുൻ വർഷങ്ങളെപ്പോലെ വളരെ സജീവമായി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് SF-ന്റെ സാഹിത്യോത്സവം നടത്താൻ പടച്ച റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. രോഗികൾക്ക് മുഴുവനും അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. സർവ്വ മേഖലയിലും അല്ലാഹു നമുക്കെല്ലാം ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്ദേശ പ്രഭാഷണം ഇടവണ്ണപ്പാറ ഡിവിഷൻ ജനറൽ സെക്രട്ടറി ജൂഹർ ചെറുവത്തൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, സ്നേഹനിധികളായ മുണ്ടക്കുളം യൂണിറ്റിലെ പ്രതിഭകളെ, SSF മുണ്ടക്കുളം യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച സാഹിത്യോത്സവിൻ്റെ സമാപന സംഗമത്തിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. 2020 സാഹിത്യോത്സവിൽ നാം കഴിഞ്ഞ വർഷത്തൊക്കെ നടത്തിയ സാഹിത്യോത്സവിനേക്കാൾ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാഹിത്യോത്സവിൻ്റെ ഒരു ജനകീയത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ അതൊരിക്കലും നഷ്ടപ്പെട്ടു പോവരുത് എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 1993 മുതൽ ആരംഭിച്ച സാഹിത്യോത്സവങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഓരോ വർഷങ്ങളിലും നടന്ന സാഹിത്യോത്സവങ്ങൾ ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് സംഘാടനം കൊണ്ടും പ്രവർത്തനം കൊണ്ടും പ്രവർത്തകരെ സജീവമാക്കൽ കൊണ്ടും മറ്റു പ്രതിഭകളെ വാർത്തെടുക്കൽ കൊണ്ടുമെല്ലാം ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് സാഹിത്യോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. 2020 സാഹിത്യോത്സവവും ആ രീതിയിൽ തന്നെ നമുക്ക് ആക്കേണ്ടതുണ്ട്. എന്നാലാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് സാഹിത്യോത്സവം എത്തുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ സാഹിത്യ മത്സരങ്ങൾ അധികവും ഒരു ആസ്വാദനത്തിന് മാത്രമായി ഒതുങ്ങുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഒരിക്കലും SSFൻ്റെ സാഹിത്യോത്സവങ്ങൾ ഒരു ആസ്വാദനത്തിന് മാത്രം വേണ്ടിയുള്ളതല്ല. മറിച്ച് ആസ്വാദനത്തിനപ്പുറം സാംസ്കാരികമായും സാമൂഹ്യപരമായും ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒട്ടനവധി ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മുടെ സാഹിത്യോത്സവം വിജയിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ സാഹിത്യോത്സവം ജനകീയമാവുന്നതിൽ നമ്മുടെ യൂണിറ്റി ലീഗ് ബ്ലോക്ക് കമ്മിറ്റികളൊക്കെ സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ ഈ യൂണിറ്റ് സാഹിത്യോത്സവങ്ങളെയും നാം കാണുകയും എത്രത്തോളം ജനകീയമാക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം നാം ജനകീയമാക്കേണ്ടതുണ്ട്. എന്നാലാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. സാഹിത്യോത്സവം അല്ലെങ്കിൽ സാഹിത്യോത്സവത്തിലൂടെ കടന്നു വരുന്ന പ്രതിഭകൾ അവരെ നാടിന് ഗുണമുള്ളവരാക്കാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ ഒരു അഹങ്കാരിയായ മനുഷ്യൻ സോക്രട്ടീസിൻ്റെ അടുക്കലേക്ക് വരികയുണ്ടായി. അഹങ്കാരിയായ മനുഷ്യനെ കണ്ട് സോക്രട്ടീസ് ചോദിച്ചു, നിങ്ങൾ ലോകത്തിൻ്റെ ഭൂപടം കണ്ടിട്ടുണ്ടോ എന്ന്. അഹങ്കാരിയായ മനുഷ്യൻ പറഞ്ഞു, കണ്ടിട്ടുണ്ട് എന്ന്. എന്നാൽ അതൊന്ന് കാണിച്ചു തരൂ, ആ ലോകത്തിൻ്റെ ഭൂപടം ഒന്ന് കാണിക്കൂ എന്ന് സോക്രട്ടീസ് വീണ്ടും ചോദിച്ചപ്പോൾ ഭൂപടം നിവർത്തിക്കൊണ്ട് അഹങ്കാരി ചോദിച്ചു, ഇതാ ലോകത്തിൻ്റെ ഭൂപടം എന്ന്.
അപ്പോൾ സോക്രട്ടീസ് അവിടുന്ന് മറുചോദ്യം ചോദിക്കുകയാണ്, മനുഷ്യ, ഈ ഭൂപടത്തിൽ, ഈ ലോകത്തിൻ്റെ ഭൂപടത്തിൽ നിങ്ങൾ എവിടെയാണ് എന്ന ഒരൊറ്റ ചോദ്യം സോക്രട്ടീസ് അവിടുന്ന് ചോദിച്ചു. അപ്പോൾ അഹങ്കാരിയായ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ചിന്തകൾ കടന്നു വന്നു. വിശാലമായ ഈ ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഞാൻ നിൽക്കുന്നത് ഒരു ചെറിയൊരു സ്ഥലത്താണ് എന്ന് പറയുമ്പോൾ, ചെറിയൊരു ഏരിയയിൽ മാത്രമാണ് ഞാൻ ഉള്ളത് എന്ന് ആലോചന അവിടുന്ന് അഹങ്കാരിക്ക് വരികയാണ്. അങ്ങനെ അഹങ്കാരിയുടെ എല്ലാ അഹങ്കാരവും ആ സാഹിത്യകാരൻ്റെ മുന്നിൽ ചോർന്നു പോവുകയാണ്. ഇവിടെയാണ് നാം സാഹിത്യകാരെ അളക്കേണ്ടത്. ഒരു സാഹിത്യകാരന് അതല്ലെങ്കിൽ ഒരു കലാകാരന് ഒരു വാക്കുകൊണ്ട് നമ്മയൊക്കെ കീഴ്മേൽ മറിക്കാൻ സാധിക്കും എന്ന ഒരു തിരിച്ചറിവ് നമുക്കറിയേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ, ഭരണാധികാരിയിൽ നിന്നും നേരിട്ട് കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ മർദ്ദനങ്ങൾ, പുതിയ നിയമങ്ങൾ, അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉള്ള ഈ കാലഘട്ടത്തിൽ ഒരിക്കലും വാക്കുകൊണ്ടല്ലാതെ, തോക്കുകൊണ്ടോ ബോംബ് കൊണ്ടോ നമുക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല. അവിടെയാണ് സാഹിത്യത്തിൻ്റെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത്, സർഗാത്മക കഴിവുകളുടെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരത്തിലുള്ള പ്രതിഭാശാലികളെ നമ്മുടെ സാഹിത്യോത്സവം വളർത്തിയെടുക്കേണ്ടതുമുണ്ട്. എന്നാൽ മാത്രമാണ് നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഇന്ത്യ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ അതിജയിക്കാൻ പൗരന്മാരായി നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ സാഹിത്യോത്സവങ്ങൾ അതിൻ്റേതായ വേദിയായി മാറേണ്ടതുണ്ട്. ആ രീതിയിലാണ് നമ്മുടെ ആലോചനകൾ പോവേണ്ടത്. അത്തരത്തിലുള്ള പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിൽ നാം മനഃപൂർവമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ടാവും. നമ്മുടെ ബ്ലോക്ക് മുതൽ നടത്തപ്പെടുന്ന സാഹിത്യോത്സവങ്ങൾ അത്തരത്തിലുള്ള പ്രതിഭകളെ, പുതിയ പ്രതിഭകളെ കണ്ടെത്തുന്നതിലും പഴയ പ്രതിഭകളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കെടുക്കുന്നതിലും നമ്മൾ നിരന്തരമുള്ള പ്രാക്ടീസുകളും ട്രെയിനിങ്ങുകളും കൊടുത്താൽ മാത്രമാണ് അവർക്കും ആ രീതിയിലേക്ക് മുന്നോട്ട് ഗമിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഒരുപാട് ആളുകൾ ഇന്നത്തെ സംഗമത്തിൽ പ്രഭാഷണം നടത്താനുണ്ട്. അപ്പോൾ നമ്മുടെ സാഹിത്യോത്സവങ്ങളിൽ ലക്ഷ്യം വെക്കുന്ന ഈ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട്. അതെല്ലാം കണ്ടറിഞ്ഞ് സാഹചര്യത്തിനനുസരിച്ച് ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സാഹിത്യോത്സവം എത്തുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ്. മുൻകാലത്ത് നമ്മുടെ നൂറ്റാണ്ടുകളിൽ കണ്ടിട്ടില്ലാത്ത അത്രയും അധികം പ്രതിസന്ധികൾ ഇന്ന് നാട് നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും സാഹിത്യോത്സവം എന്ന ഈ സർഗ പോരാട്ടം നമ്മൾ നമ്മുടെ പ്രവർത്തകരിലേക്ക് നൽകുന്നത് വേറൊന്നും കൊണ്ടല്ല. ഇത്രയധികം പ്രതിസന്ധി നേരിട്ട ഒരു നാട്ടിലേക്ക് സാഹിത്യോത്സവം കൂടി നടത്തണം എന്ന് പറയുമ്പോൾ ആ സാഹിത്യോത്സവിന്, ആ സാഹിത്യ മത്സരങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. COVID-19 പ്രളയവും അതുപോലെ മറ്റു ദുരന്തങ്ങളുമൊക്കെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോഴും സാഹിത്യോത്സവനും അവിടെയും പ്രതിരോധം തീർക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മർമ്മപ്രധാനം. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സാഹിത്യോത്സവങ്ങൾ ആ രീതിയിൽ സംഘടിപ്പിക്കാനും ആ രീതിയിലുള്ള ഉയർച്ചയും ഉണ്ടാവാനും നമുക്ക് സാധിപ്പിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ യൂണിറ്റ് കമ്മിറ്റിക്കാരോട്, നമ്മുടെ പുതിയ പ്രതിഭകളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ നമ്മുടെ കഴിവുകളെ എടുക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ മുതലെടുക്കുകയും ഞങ്ങൾ എവിടെയാണ് അവസരങ്ങളുള്ളത് അവിടെ തേടിപ്പോവുകയും നാം ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരത്തിലുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മത്സരങ്ങളാണ് നമ്മുടെ സാഹിത്യോത്സവം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ആ രീതിയിൽ നമ്മുടെ യൂണിറ്റ് സാഹിത്യോത്സവങ്ങളും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും എടവണ്ണപ്പാറ ഡിവിഷൻ കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും മുണ്ടക്കുളം യൂണിറ്റ് കമ്മിറ്റിക്കും മറ്റു പ്രതിഭകൾക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
സാഹിത്യോത്സവിലെ വിജയികളെ പ്രഖ്യാപിക്കുന്ന ഷറഫലി SSF മുൻ ജനറൽ സെക്രട്ടറി. മുണ്ടക്കുളം യൂണിറ്റ് സാഹിത്യോത്സവിന്റെ അവസാന ഫലപ്രഖ്യാപനം നടത്തുകയാണ്. ഫാമിലി മാഗസിൻ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ആനക്കച്ചേരി കോടയിൽ ഫാമിലി. അതുപോലെ തന്നെ ഈ സാഹിത്യോത്സവിന്റെ കലാപ്രതിഭയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മുഹമ്മദ് ഷുഹൈബ് 23 പോയിന്റ്, ടീം ഷംഷിയ. ഗ്രൂപ്പ് തലങ്ങളിലുള്ള പോയിന്റ് തല അടിസ്ഥാനം നോക്കുമ്പോൾ 123 പോയിന്റുമായി ടീം കമരിയ 3-ാം സ്ഥാനത്തും 126 പോയിന്റുമായി നജ്മിയ 2-ാം സ്ഥാനത്തും 148 പോയിന്റുമായി ടീം ഷംഷിയ 1-ാം സ്ഥാനത്തും നിലനിൽക്കുന്നു. യൂണിറ്റ് സാഹിത്യോത്സവിലെ എല്ലാ മത്സരാർത്ഥികൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ സാഹിത്യോത്സവിന് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരിക്കാനും ബഹുമാനിക്കാനും കടപ്പെട്ട എൻ്റെ സംഘടനാ പ്രവർത്തകരെ, മറ്റു എൻ്റെ സുഹൃത്തുക്കളെ, നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് SSF 3 ദിവസത്തോളം നീണ്ടുനിന്ന സാഹിത്യോത്സവ സമാപന സംഗമത്തിലാണ്. ഈ നിമിഷത്തിൽ അധികം ദീർഘിപ്പിക്കാതെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സദസ്സ് പിരിച്ചുവിടുക എന്ന കർത്തവ്യത്തിൽ ഞാൻ ഇപ്പം സംസാരിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ആദ്യമായി നമുക്ക് നമ്മുടെ സദസ്സ് പ്രാർത്ഥന കൊണ്ട് അലങ്കരിച്ച റാഫി മൊയ്ൻ ഉസ്താദിനും അതുപോലെ തന്നെ സ്വാഗതം ചെയ്ത ഫാദിൽ മഷ്റൂദ് ഉസ്താദിനും അതുപോലെ നമ്മളോട് അധ്യക്ഷത വഹിച്ച ഫതുർ റഹ്മാൻ ഉസ്താദിനും അതുപോലെ നമ്മളിലേക്ക് ആശംസാ പ്രസംഗം നൽകിക്കൊണ്ട് നമ്മുടെ സദസ്സിനെ പുനരുദ്ധമാക്കിയ ജൗഹർ മാസ്റ്റർ വായക്കാടിനും അതുപോലെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ സദസ്സ് പുനർജീവമാക്കിയ ബിച്ചു മുസ്ലിയാർ അവർക്കും അതുപോലെ ഈ സംഘടനാ പ്രവർത്തനങ്ങൾ കൊണ്ട് പൂർണ്ണമായി സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് 3 സലാത്തുകളിലൂടെ ഈ സദസ്സ് പിരിച്ചുവിട്ടതായി രേഖകളും ഉന്മയിലുന്നത പുലരി മികവേറിടുന്ന മൊഴിയക്ഷരങ്ങൾ വഴി ചിന്തയുണർന്നിടലാ, പുതുചിന്തയുണർന്നിടലാ സാഹിത്യോത്സവയേ.